മലപ്പുറം വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ NIA അന്വേഷണം വേണമെന്ന് VHP. അധികാര കേന്ദ്രങ്ങളിൽ ഏതു വിധേനയും കയറിപ്പറ്റാനുള്ള PFI ഭീകരവാദികളുടെ പദ്ധതിയുടെ ഭാഗമാണ് വ്യാജ സർട്ടിഫിക്കറ്റുകളെന്ന് സംശയിക്കണമെന്നും VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ പറഞ്ഞു. ഭീകരവാദ ബന്ധങ്ങൾ കൂടി സംശയിക്കുന്നതിനാൽ NIA അന്വേഷണത്തിലൂടെ എല്ലാ വിവരങ്ങളും പുറത്തുവരണമെന്നും VHP ആവശ്യപ്പെട്ടു. 80,000-ലധികം വ്യാജ സർട്ടിഫിക്കറ്റുകൾ പോലീസ് പിടികൂടിയിരുന്നു. തിരൂർ സ്വദേശികളായ 7 പേരടക്കം 10 പേരാണ് പിടിയിലായത്. മലപ്പുറത്ത് നിന്നും പിടിച്ചെടുത്ത 10,000-കണക്കിന് വ്യാജ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളെ സംബന്ധിച്ചുള്ള കേസ് അന്വേഷണം NIAക്ക് വിടണമെന്ന് വിശ്വ പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ആവശ്യപ്പെട്ടു. നിരോധിത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് പിടിച്ചെടുത്ത മിഷൻ 2047 രേഖ പ്രകാരം എല്ലാ ഭരണ അധികാര സ്ഥാപനങ്ങളിലും കയറിപ്പറ്റാനുള്ള ചില ശക്തികളുടെ പദ്ധതിയുമായി ഈ സംഭവത്തിന് ബന്ധമുള്ളതായി സംശയിക്കണം. ഇപ്പോൾ പിടിച്ചെടുത്തത് 10,000-കണക്കിന് വ്യാജ സർട്ടിഫിക്കറ്റുകളാണെങ്കിൽ ലക്ഷക്കണക്കിന് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് അയോഗ്യരായ വ്യക്തികൾ തന്ത്രപ്രാധാന്യമുള്ള ജോലികളിൽ കയറി കഴിഞ്ഞിരിക്കാനാണ് സാധ്യത. ഈ കേസിലെ മുഖ്യപ്രതിയുടെ നിലവിലെ സാമ്പത്തിക അവസ്ഥ തന്നെ ഈ പ്രശ്നത്തിന്റെ ഗൗരവവും ഭീകരതയും ചൂണ്ടിക്കാണിക്കുന്നതാണ്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ആരൊക്കെ ലഭ്യമാക്കി, ആരൊക്കെ ജോലി നേടി, എന്തൊക്കെ സർക്കാർ വകുപ്പുകളിൽ ജോലി നേടി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുന്നതിൽ കേരള പോലീസിന് പരിമിതിയുണ്ട്. ഭാരതത്തിന്റെ ദേശീയതയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന ഒരു സംഭവമായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഗൗരവതരമായ സമീപനം കാണുന്നില്ല. പോലീസ്, പട്ടാളം തുടങ്ങിയ തന്ത്രപ്രാധാന്യമുള്ള വകുപ്പുകളിൽ വ്യാജ സർട്ടിഫിക്കറ്റുകളിൽ ജോലികൾക്ക് കയറിപ്പറ്റിയതായി സംശയിക്കണം. ഇതുകൊണ്ട് തന്നെ കേസിനെ പറ്റിയുള്ള സമഗ്രമായ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഉടൻ തന്നെ കൈമാറണമെന്നും അനിൽ വിളയിൽ ആവശ്യപ്പെട്ടു. 10,000-കണക്കിന് സർട്ടിഫിക്കറ്റുകളാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ലക്ഷക്കണക്കിന് സർട്ടിഫിക്കറ്റുകൾ പുറത്തെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിനകത്തും ഭാരതത്തിന് വെളിയിലും ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി നേടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ഏതൊക്കെ തന്ത്രപ്രാധാന്യമുള്ള സ്ഥലങ്ങളിലാണ്? പട്ടാളത്തിലാവാം, പോലീസിലാവാം, ജുഡീഷ്യറിയിലാകാം. ഏത് മേഖലയിലും ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ തൊഴിൽ നേടിക്കാണും. അത് വളരെ ഭീകരമായൊരു സാഹചര്യം സൃഷ്ടിക്കും. ഭാരതത്തിൻ്റെ ഐക്യത്തിനെയും അഖണ്ഡതയും തകർക്കുന്നൊരു സംഭവമാണ്. ഇത്ര വർഷക്കാലമായിട്ട് ഇത്തരത്തിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണം നടക്കുന്നുണ്ട്. ഇതുപയോഗിച്ച് ആരൊക്കെ ജോലി നേടിയിട്ടുണ്ട്, ഇതിൻ്റെ പിന്നിൽ അവരെ സഹായിക്കുന്ന ഏതൊക്കെ ബാഹ്യ ശക്തികളാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അന്വേഷിക്കാൻ കേരള പോലീസിന് സാധിക്കില്ല. കാരണം ഇത് കേരളത്തിന് വെളിയിലും ഇതിൻ്റെ വേരുകളുണ്ട്. അതുകൊണ്ട് NIA പോലുള്ള രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള, രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന ഒരു വിഷയമെന്ന രീതിയിൽ ഈ കേസ് സ്വാഭാവികമായിട്ടും NIA ആണ് അന്വേഷിക്കേണ്ടത്. രാജ്യത്തെ 22 സർവകലാശാല സർട്ടിഫിക്കറ്റുകളാണ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. ശിവകാശിയിലും പൊള്ളാച്ചിയിലുമാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കിയിരുന്നത്. ജനം, കൊച്ചി.